BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനിരിക്കെ KSRTCയിൽ പുരുഷന് കൂടി ആനുകൂല്യം അനുവദിക്കണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് ആനുകൂല്യം നൽകരുതെന്ന സമീപനമില്ല, പുരുഷന് കൂടി എന്തെങ്കിലും രീതിയിൽ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും നൽകണമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സ്ത്രീകൾക്ക് ആനുകൂല്യം നൽകിയാൽ ബസ് തടയണമെന്ന സമീപനം ആർക്കുമില്ല. ബസ് തടയലടക്കമുള്ള തീവ്രമായ നടപടികൾ ശരിയല്ല. അതൊക്കെ നിയമത്തോടും KSRTCയോടുമുള്ള അവഹേളനമാണ്. ബസ് തടയലിന് മെൻസ് കമ്മീഷന്റെ അടക്കം ആരുടെയും പിന്തുണയില്ല. തീവ്ര നിലപാടുകളിലേക്ക് ആരും പോകരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുന്ന ജൂൺ 15 സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും ബസ്സുകൾ തടയുമെന്നും മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു. പുരുഷന് ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്ന കാര്യത്തിൽ പ്രതിഷേധവും വിഷവും ഉണ്ടെന്ന് രാഹുൽ ഈശ്വറും പറഞ്ഞു. ബസ് തടയുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. ഫെമിനിസ്റ്റുകളുടെ കുരുപൊട്ടിക്കണം എന്നുള്ളതല്ല പുരുഷാവകാശം പ്രവർത്തനം. അമിത അതിശയോക്തി കലർന്ന പ്രതികരണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സ്വീകാര്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനെ ദുർബലപ്പെടുത്തുന്നുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. തങ്ങൾ ഗൗരവത്തോടെ ഒരു നിയമത്തിന്റെ പണിപ്പുരയിലാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സ്ത്രീകളെ അതിജീവിത എന്ന് വിളിക്കുന്നത് പോലെ പുരുഷനെ ആരോപിതനെന്ന് മാത്രമേ വിളിക്കാവൂ. പുരുഷന്റെ പേര് പറയാൻ പാടില്ല. ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ പുരുഷന്മാരുടെ പേര് പുറത്തുവിടാൻ പാടില്ലെന്നും അവർക്കും സ്വകാര്യതയുണ്ടെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഈ വിധി മുൻനിർത്തി നിയമം കൊണ്ടുവരാൻ MLA-മാരെ സമീപിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. KSRTC ബസ്സുകളിൽ പുരുഷന് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന കാര്യത്തിൽ പ്രതിഷേധവും വിഷമവും ഉണ്ട്. പക്ഷേ ഈ ബസ് തടയുന്നത് പോലുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. അമിതമായ റിയാക്ഷൻസ് ആണ്. അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നും കൂടി എടുത്തു പറയാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത്. KSRTC ബസ്സിൽ പുരുഷനും കൂടി ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കണ്ട എന്നുള്ള സമീപനം നമുക്ക് ആർക്കുമില്ല. സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്താൽ ബസ് തടയണം എന്ന് പറയുന്ന സമീപനം ആർക്കുമില്ല. ഈ KSRTCയിലെ സ്ത്രീജനങ്ങളുടെ യാത്രയുടെ കാര്യം ശരിയാക്കാൻ അത് ശ്രീ CP ജോണും ശ്രീ VD സതീശനും കൂടെ കണ്ടെത്തിക്കോളും. നമുക്ക് അതിനോടൊന്നും അല്ലല്ലോ യോജിപ്പുള്ളത്. എന്നാൽ പുരുഷനും കൂടി ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും കൊടുക്കണം. ഉദാഹരണം പ്രായമായ പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ക്രിയേറ്റീവായ, പോസിറ്റീവായ, സർഗാത്മകമായ സമീപനങ്ങളോ ഫീഡ്ബാക്കോ ക്രിറ്റിസിസത്തിനോ അധികമായിട്ട് ചില ആൾക്കാരെങ്കിലും, അതായത് ബസ്സുകളുടെ ഫ്രണ്ടിൽ തടയുമെന്നും ബസ്സുകളിൽ നിയമം വിരുദ്ധം ബസ്സുകളിൽ പുരുഷന്മാർ ഫ്രീ ആയിട്ട് കയറി യാത്ര ചെയ്യണമെന്നും എന്നൊക്കെ പറയുന്നത് നിയമത്തോടുള്ള അവഹേളനമാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.